ഒന്നാം EMS സർക്കാർ മുതൽ പിണറായി വിജയൻ സർക്കാർ വരെയുള്ള മന്ത്രിസഭകളിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ വെളിപ്പെടുത്തുകയുണ്ടായി. മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലായിരുന്നു എ ജയശങ്കറിന്റെ ഈ പരാമർശം. ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം EMS സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത PK ചാത്തൻ മാസ്റ്റർ മുതൽ ഏറ്റവും ഒടുവിലത്തെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ വിസ്മരിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇക്കാര്യം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ 57ലെ മന്ത്രിസഭ മുതൽ 2025 എത്തി നിൽക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. ചാത്താൻ മാസ്റ്റർ മുതൽ കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെന്തെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല എന്നായിരുന്നു എ ജയശങ്കർ ഉയർത്തിയ പ്രധാന ചോദ്യം. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ജയശങ്കർ ഈ അവാസ്തവം യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞ വിഷയത്തിൽ പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം വിവാദമായതെന്നുമാണ് ജയശങ്കർ പറയുന്നത്. മാത്രമല്ല, ഐക്യ കേരളത്തിലെ ആദ്യ ഗവൺമെന്റായ ഒന്നാം EMS മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തതും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. പട്ടികജാതി ക്ഷേമ വകുപ്പും ഈ മന്ത്രിസഭയിൽ PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു പ്രധാനമായും കൈകാര്യം ചെയ്തത്. കൂടാതെ 1960 മുതൽ 62 വരെ പട്ടം താണുപിള്ള മന്ത്രിസഭയിലെ രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത കെ കുഞ്ഞമ്പുവും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിരുന്നു. AICC അംഗം കൂടെയായിരുന്ന കുഞ്ഞമ്പു പൊന്നാനി, ത്രിതല, ഞാറയ്ക്കൽ എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിൽ എത്തിയതും 1967 മുതൽ 69 വരെയുള്ള രണ്ടാം EMS മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ കേരള നിയമസഭയിലെത്തിയ AK കൃഷ്ണനായിരുന്നു ഈ മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൊച്ചിൻ പുലയ സഭയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന AK കൃഷ്ണൻ 1980ലെ മന്ത്രിസഭയിലും അംഗം കൂടിയായിരുന്നു. 1970ലെ C അച്യുതാനന്ദ മേനോൻ മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയും ഉൾപ്പെട്ടിരുന്നു. കോൺഗ്രസ് നേതാവായ വെള്ള ഈശ്വരൻ ഈ മന്ത്രിസഭയിൽ അംഗമാണ്. 1970 മുതൽ 77 വരെ അദ്ദേഹം ജലസേചനം, ദേവസ്വം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1969 മുതൽ 70 വരെയുള്ള ഒന്നാം അച്യുതമേനോൻ ഗവൺമെന്റിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളയാൾ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന O കോരനായിരുന്നു ഈ മന്ത്രിസഭയിൽ ജലസേചനവും കൃഷി വകുപ്പും പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത്. മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉൾപ്പെടെ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. രണ്ടാം കേരള നിയമസഭയിൽ നീലേശ്വരത്ത് നിന്നും 3ാം കേരള നിയമസഭയിൽ കുഴമന്തത്ത് നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ മന്ത്രിസഭയിൽ തന്നെയാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള തന്നെയുള്ള PK രാഘവൻ എന്ന CPI നേതാവ് ഭവന നിർമ്മാണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന KK ബാലകൃഷ്ണനാണ് ഈ തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു മന്ത്രി. വിവിധ മന്ത്രിസഭകളിലായി 4 തവണ അദ്ദേഹം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയുണ്ടായി. 77ലെ കരുണാകരൻ ആന്റണി മന്ത്രിസഭകളിൽ ഏതാനും മാസങ്ങൾ ദേവസ്വം, ഇറിഗേഷൻ, പട്ടികജാതി ക്ഷേമ വകുപ്പുകൾ KK ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നു. 1982ലെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായും KK ബാലകൃഷ്ണൻ പ്രവർത്തിക്കുകയുണ്ടായി. 1954 കൊച്ചി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന KK ബാലകൃഷ്ണൻ പിന്നീട് ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം 1996 വരെ ചാലക്കുടി, ചേലക്കര, തത്തല മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി തവണ കേരള നിയമസഭയിൽ എത്തിയിരുന്നു. CPIM നേതാവായ AK ബാലനും അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ കള്ളങ്ങൾക്കുള്ള മികച്ച മറുപടിയാണ്. 2006-2011 കാലത്തെ VS സർക്കാരിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ 2016-2021 കാലത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സാംസ്കാരികം, നിയമം, പാർലമെന്ററി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവും വർഷങ്ങളായി വണ്ടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന AP അനിൽകുമാറും എ ജയശങ്കറിന്റെ കള്ളങ്ങളെ പൊളിക്കുന്ന മികച്ച ഉദാഹരണങ്ങളായി പറയാം. 2004ലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ യുവജന ക്ഷേമ വകുപ്പും 2011-16 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്തത് അനിൽകുമാർ ആയിരുന്നു. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഈ അടുത്ത കാലം വരെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള K രാധാകൃഷ്ണനായിരുന്നു. ഇതെല്ലാം അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ കള്ളങ്ങൾക്കുള്ള യഥാർത്ഥ മറുപടിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം പ്രധാനമായും രാജിവെച്ചത്. ചരിത്രത്തിൽ ഇത്രയധികം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ പട്ടികജാതി ക്ഷേമ വകുപ്പല്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നിരിക്കെയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു
പൊതുപരിപാടിയിൽ വെച്ച് ഇതുപോലൊരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു.